പുറമെ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതോടെ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. രണ്ട് സാധ്യതകളാണ് ഇതിനുള്ളത്. ഒന്ന്, ബിജെപി കഴിഞ്ഞാൽ തങ്ങളുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണെന്ന് കോൺഗ്രസ് ഫലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കാനിടയുള്ള ധ്രുവീകരണങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ളവരായി കോൺഗ്രസ് കാണുന്നില്ല. അതുകൊണ്ട് അവർക്കെതിരെ മത്സരിച്ചതുകൊണ്ട് അവരെ പിണക്കിയാലും അതൊന്നും ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കില്ലെന്ന കോൺഗ്രസ് കരുതുന്നുണ്ടാവണം. ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുമാത്രമാണ് പരിഗണന എന്നും അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരം ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരിടത്തും കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ബിജെപി അല്ല. അവിടെയൊക്കെ പരസ്പര മത്സരം ഇരു പാർട്ടികളും UDF-ഉം തമ്മിലാണ്. ബിജെപി വിരുദ്ധ കൂട്ടായ്മയെ സംബന്ധിച്ച് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്ന് വ്യക്തമാണ്. ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പ് അനന്തര രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രത്യേകമായ റോളൊന്നും ഉണ്ടാകില്ലെന്ന് കണക്കുകൂട്ടലാകും 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട് തിരഞ്ഞെടുത്തതിന് പിന്നിൽ. 2004-ൽ ഒന്നാം UPA സർക്കാരിനെ നിലനിർത്തുന്നതിലും അതിന് ദിശാബോധം നൽകുന്നതിലും വലിയ പങ്ക് വഹിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരമൊരു അനുകൂല സാഹചര്യം ഇടതുപക്ഷത്തിനില്ലെന്ന തോന്നലാകും ഇതിന് കാരണം. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ വടക്കേ ഇന്ത്യയിൽ എങ്ങനെ ബാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. അമേഠിയിൽ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയുമായി ശക്തമായ മത്സരത്തിനൊടുവിലാണ് 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി വിജയിച്ചത്. അമേഠി കേന്ദ്രീകരിച്ച് അതിനുശേഷവും സ്മൃതി ഇറാനി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിലാണ് രാഹുൽ മത്സരിക്കുന്നതെങ്കിൽ മറ്റു ചില പ്രതിസന്ധികൾ കൂടി കോൺഗ്രസിനെ നേരിടേണ്ടി വന്നേനെ. ഇവിടെ കോൺഗ്രസിന് സുരക്ഷിതമെന്ന് അവകാശപ്പെടുന്ന 6 മണ്ഡലങ്ങളിൽ 4 എണ്ണവും പട്ടികജാതി പട്ടികവർഗ സംവരണമുള്ളവയാണ്. JDS-നെ പൂർണ്ണമായും ഇവിടെ വിശ്വസിക്കാനാവില്ലെന്നതും മറ്റൊരു കാര്യമാണ്. അതേസമയം വയനാട് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. ഇത് അനുകൂല ഘടകമാകുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. രാഹുൽ വരുന്നെന്ന അഭ്യൂഹം ഉയർന്നതോടെ വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നിരുന്നു. വൈകിയെങ്കിലും പ്രഖ്യാപനം വന്നതിൽ വലിയ ആവേശമാണ് ഇപ്പോൾ കോൺഗ്രസ് UDF വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിൽ ഗുണം ചെയ്യില്ലെന്ന വിമർശനം ഇടതുപക്ഷം പങ്കുവച്ചിരുന്നെങ്കിലും ഇതെല്ലാം അവഗണിച്ചാണ് വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.